കടലിലേക്കാണ് പോകുന്നത്. സീ വാട്ടറിൻ്റെ ആയതുകൊണ്ടാണ്, ആ തിരയുടെ ആയതൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് ഇനി സീ വാട്ടറിൻ്റെ ഇതിലേക്ക് പോവുകയാണ്. ഇനി സീ വാട്ടറിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഇനി നല്ലൊരു ആസ്വദിച്ച് നമ്മൾ പോവുകയാണ് ബോട്ടിൽ. നമ്മൾ സീ വാട്ടറിനെ കാണിക്കുകയാണ്, സീ വാട്ടറിൻ്റെ ഇതിലേക്ക് പോവുകയാണ്. അത് കാണിക്കാൻ, ആ വീഡിയോ ഇതും കൂടി കാണിക്കാനാണ് ഞാൻ ഈ ബോട്ട് യാത്ര. ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മുടെ ഈ പോണ്ടിച്ചേരിയിൽ നമ്മുടെ മുന്നേ ഈ ഇവിടെ വരണം. ഇവിടുന്ന് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിരിക്കണം ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ, കെയർഫുള്ളായിരിക്കണം. പക്ഷേ നല്ല ഇതാണ്. പക്ഷേ ആ ഒരു പക്ഷേ സീ വാട്ടറിലേക്ക് നമ്മൾ പോവുകയാണ്. സീ വാട്ടറിൻ്റെ ലേക്ക് അങ്ങോട്ട് കടലിലേക്കാണ് പോണത്. ആ സൈഡ് ഫിഷിംഗ് ചെയ്യുന്ന ഏരിയയാണത്. ഫിഷിംഗ് ഏരിയയാണ്. ഫിഷിംഗ് ബോട്ട്സ് കാണാം, ചെറിയ ബോട്ട്സ് കിടക്കുന്ന കാണാം. ഫിഷിംഗ് ബോട്ട്സ് ഇനി സീ ഏരിയയിലേക്ക് പോവേണ്ടതാ. മീൻ പൊങ്ങി വന്നതും നമ്മൾ കണ്ടു. മീൻ പൊങ്ങി വന്നതും ഇപ്പോൾ പകർന്നിട്ടുണ്ട് ഇതിൽ. മീൻ പൊങ്ങി വന്നതും എല്ലാം മീൻ ചാടുന്ന. ഇനി കടലിലേക്കാണ്, കടലിലേക്ക് പോവുകയാണ്. ഇനി കടലിലേക്കുള്ള കാഴ്ചകളൂടി കാണാനാണ് ഇനി പോകുന്നത്. ഇനി ബീച്ചിലേക്കാണ് പോകുന്നത്. ആ ബീച്ചിൻ്റെ ആ ഭാഗം പക്ഷെ കുറച്ച് നല്ല രസമാണ് അവിടെ. ഇനി കടലിൻ്റെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ. ഇനി കടലിന് അവിടെ നല്ല ആ കല്ലൊക്കെ ഇട്ട് റെഡിയാക്കിയിരിക്കുന്നു. ആ ഒരിത് കണ്ട കടലിനെ കയറായിരിക്കും പ്രൊട്ടക്റ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത്. ആ ഒരിത് നല്ല രീതിയിൽ ചെയ്ത് ബായ്. അതെന്തോ ആ ബിൽഡിംഗ് റൗണ്ടേറ്റിംഗ് അറിഞ്ഞുകൊടുക്കുന്നുണ്ട്. ഒരു ഫിഷിംഗ് ബോട്ട് കിടക്കുന്ന കാണാം. ആരുമില്ല. ഫിഷിംഗ് ബോട്ട് അവിടെ കെട്ടിയിട്ടേക്കാണ്, അത് വെള്ളത്തിലേർത്തിയൊക്കെയാണ്. ഇത്രയും നല്ല മനോഹരമായ ആ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ആ മീൻ പിടിക്കുന്ന വല ഇടുന്നത് കാണാം. അവിടെ വല ഇടുന്നത് കാണാതെ ഇപ്പോൾ കാണാം. മീൻ പിടിക്കുന്നത് കാണാം, വലയിടുന്നത്. അതുകൂടി നല്ല മീൻ പിടിക്കാനുള്ള വല ഒരുക്കത്തിലാണ്. മീൻ പിടിക്കാൻ ആ ചേട്ടനൊരു ഹായ് കാണിച്ചു. ആ കടലിലേക്ക് പോവുകയാണ്. കടലിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. എന്ത് നല്ല സ്മാർട്ട്. എന്ത് നല്ല ആസ്വദിച്ച് നമ്മളിനിപ്പോൾ കടലിലേക്ക് വീണ്ടും നമ്മൾ കയറാൻ പോണു. കടലിൽ കയറിയിട്ട് നമ്മൾ തിരിച്ചു വരാൻ പോണു. രണ്ട് കളറാണ് ഇവിടെ. കായലിൻ്റേത്, ലേക്കിൻ്റെത്. പൊഴി മുറിച്ച് കിടക്കാം. പൊഴിയും കടലും കായലും കൂടി ചേരുന്ന സ്ഥലത്തേക്ക് എത്തി നമ്മൾ. ഒരു പൊഴിയും കായലും കൂടി ചേരുന്ന ആ സ്ഥലം എത്തിയിരിക്കുകയാണ്. മറ്റേ മുതലപ്പൊഴി പോലത്തെ ഒരു സ്ഥലമാണിത്. എനിക്ക് ഓർമ്മ വരുന്ന 5 തെങ്ങിലെ മുതലപ്പൊഴിയാണ്. അതേപോലെ ഒരു എഫക്റ്റ്. അവിടെ ഇങ്ങനെ ബോട്ടിൽ പോകാൻ അലൗബിളല്ല. ഇത് ഗോവയിലും ഇതേപോലെയാണ്. ഗോവയിൽ ഒരു പോയിൻ്റ് കാണാം, സഞ്ചാരികൾക്ക് നിൽക്കാൻ പറ്റുന്നൊരു പോയിൻ്റാണത്. നമ്മളെ ഈ ബോട്ടിങ്ങിൽ വീണ്ടും കടലിലേക്ക് നമ്മൾ കയറി. കടലിലേക്ക് കയറി നമ്മൾ അവിടെ നിന്ന് കടലിലേക്ക് ഇനി ടേൺ ചെയ്യും. ഇനി കടലിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ ടേൺ ചെയ്യും. വീണ്ടും നമ്മൾ ഒരു ലൈഫ് ജാക്കറ്റ് കിടക്കുന്ന കാണാം. പോണ്ടിച്ചേരി സിറ്റി കാണാം. ഇവിടെ പോണ്ടിച്ചേരിയിലെ
ലൈറ്റ് കാണാം, ലൈറ്റ് ഹൗസ് ആയിരുന്നത്. കടലിലെത്തി. നമ്മളിപ്പോൾ കടലിലെത്തിയിരിക്കുകയാണ്. കടലിനകത്തേക്ക് എത്തി. അതാണ് നമ്മൾ ഇത്രയും ഫീലിങ്ങോടെ നമ്മൾ പോകുന്ന ആ പുഴി എൻഡ് ചെയ്ത സ്ഥലം കഴിഞ്ഞ് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത്രയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തെത്തി. ഇത്രയും നല്ല ബാക്ക് വാട്ടറും കടലും കൂടി ചേരുന്ന ആ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മൾ. അവിടെയാണ് പോയിന്റ് കാണിച്ചിരിക്കുന്നത്. അങ്ങോട്ട് കടലാണ്. ഇവിടെ നിന്ന് പോണ്ടിച്ചേരി സിറ്റിയൊക്കെ കാണാം ഇവിടെ നിന്ന് ബാക്കിൽ നോക്കുമ്പോൾ. എന്തോ ശാന്തമായ ബംഗാൾ കടൽ കാണാം. ശാന്തമായൊരു ബംഗാൾ കടൽ കാണാം. ഇത്രയും നല്ലൊരു ഇത് ഇത്രയും നല്ല ആ അന്തരീക്ഷത്തിൽ അടുത്ത എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നു. ഇത്രയും നല്ല ആ ഒരിത് കാണിക്കാനായിരുന്നു ഞാൻ വന്ന. ഗോവയിലെ ബോട്ടിങ്ങും ഇങ്ങനെ ഡോൾഫിനെ കാണാൻ പോയപ്പോഴും ഇങ്ങനെ കുറച്ചുണ്ടായിരുന്നു. എന്തൊരു എന്ത് ചെയ്യാം. അടുത്ത ബോട്ട് തിരിക്കുന്നു. ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമുക്കിവിടെ ഫോട്ടോ എടുക്കാം. ഞാൻ ഇവിടെ വേണ്ടി നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ബൈ ഫ്രണ്ട്സ്.